നമുക്കിന്നൊരു അവിൽ മിൽക്ക് ഒന്ന് തയ്യാറാക്കി നോക്കാം. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വാ, നമുക്ക് ഇതൊന്ന് റെഡിയാക്കാം. ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള അവൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് ചെറിയ ഇതിൽ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റിനകത്ത് നമുക്കിത് ചൂടായി കിട്ടും. ചൂടായി കിട്ടുമ്പോൾ നമുക്ക് ഇത് ചുമന്ന അവലാണ് നമ്മുടെ അടുത്ത്. ഇതാകുമ്പോൾ കുറച്ച് കട്ടിയുണ്ട്, ഇതിന് ടേസ്റ്റും കൂടുതലാണ്. നമുക്ക് ഈ അവലാണ് വെള്ള അവലിനെക്കാട്ടിയും നല്ലത്. ഇപ്പോൾ ഏകദേശം നമുക്ക് അവൽ ചൂടായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റോളമായി. നമ്മൾ ഈ അവലിങ്ങനെ എടുക്കുമ്പോൾ നല്ല ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. അതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമുക്ക് അവൽ ചൂടായിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 2 പഴമാണ്. അത് ഏത് സൈസിലുള്ള പഴം വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഏത്തപ്പഴമാണ് എടുത്തത്. കുറച്ചുകൂടെ പൂവമ്പഴം, പാളാന്ത പഴമൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ, ഇത് പിന്നെ കുറച്ചുകൂടെ ഹെൽത്തി ആയതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ ഇതൊന്ന് ഉടച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഉടച്ച് ജ്യൂസ് അടിച്ചാൽ അതങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസിൻ്റെ ചെവിട് വെച്ചാകുമ്പോൾ ഇത് എളുപ്പമുണ്ട്, കുറേ എളുപ്പം ഉടഞ്ഞു വരും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നമുക്കിതിന് ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർക്കുക. ഈ ചതച്ചെടുത്ത നമ്മുടെ പഴത്തിനകത്തേക്ക് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് നമ്മളിപ്പോൾ 2-2.5 സ്പൂൺ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. തണുത്ത പാൽ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 2 സ്പൂണ് ചൂടാക്കിയ കപ്പലണ്ടി 2 സ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 സ്പൂണ് അണ്ടിപ്പരിപ്പ്. ഇത്രയും കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ അവൽ കൂടുതൽ നമ്മൾ ഇതിൽ ഇളക്കരുത്. കാരണം അത് കൂടുതൽ അലിഞ്ഞു പോയാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. വീണ്ടും ഈ അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വീണ്ടും നട്ട്സ് കപ്പലണ്ടി വെച്ച് കൊടുത്തതിന് ശേഷം 2 അണ്ടിപ്പരിപ്പ് വീണ്ടും വെച്ച്. ഇപ്പം നമ്മുടെ അവൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ചൂടിനൊക്കെ നല്ല പറ്റിയ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.